വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, അതിലൂടെ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കുറെ ദിവസങ്ങളായി ഒരു സമരാഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തിരിക്കുന്ന ബ്യൂറോക്രാസികൾക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. ആ തെറ്റുകൾക്കെതിരെ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും രാജ്യത്ത് ഉടനീളം നടക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരം അതൊരു തെറ്റുതിരുത്താനുള്ള ഒരു സമരമായിരുന്നില്ല. മറിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി ഗവൺമെന്റിനെ താഴെയിറക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്ന സമരമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നീറ്റ് പരീക്ഷ ചോർന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മെയ് 3-ാം തീയതിയാണ് നീറ്റ് പരീക്ഷ നമ്മുടെ രാജ്യത്ത് നടന്നത്. ആ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒന്നും അല്ല, മറിച്ച് NDA തന്നെയാണ് നീറ്റ് പരീക്ഷ ചോർന്നു എന്ന് കണ്ടുപിടിക്കുകയും ഉടൻ തന്നെ ആ പരീക്ഷ റദ്ദാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. സ്വാഭാവികമായും ലക്ഷക്കണക്കിന് വരുന്ന ഏകദേശം 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ മാസങ്ങളോളം കണ്ണിൽ എണ്ണയൊഴിച്ച് എഴുതിയ ഒരു പരീക്ഷയാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് തന്നെ അവരുടെ ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തന്നെ എത്രയും പെട്ടെന്ന് പുനഃപരീക്ഷ നടത്താൻ ഗവൺമെന്റ് തയ്യാറായി. മാത്രമല്ല 2 മണിക്കൂർ കൊണ്ട് തന്നെ CBI അന്വേഷണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിട്ടു. ഇതിന് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഇന്ന് ജയിലറകളിലാണ്. ഏകദേശം 23ഓളം ഉദ്യോഗാർത്ഥികൾ ഇന്ന് ജയിലറകളിലാണ്. മാത്രമല്ല NTA ചെയർമാൻ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. ഒരു ഗവൺമെന്റ് ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. ഇതിന് ഉത്തരവാദികളെല്ലാം തന്നെ അറസ്റ്റ് വരിക്കപ്പെട്ടു, ജയിലടക്കപ്പെട്ടു. മാത്രമല്ല ഇത് അന്വേഷണത്തിന് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതി തീരുമാനമുണ്ടാക്കി. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ഈ രാജ്യത്ത് ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ ആസൂത്രിതമായ സമരങ്ങളാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിരിക്കുന്നത്. പുനഃപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവർ പൂർവാധികം ശക്തിയോടുകൂടി ഉത്സാഹത്തോടുകൂടി പരീക്ഷ എഴുതി. പല ആളുകളും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. അവരുടെ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിദേശത്തു നിന്നും സോഷ്യൽ മീഡിയ വഴി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നീറ്റ് പരീക്ഷ ചോർന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ ആവശ്യമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താൻ വേണ്ടി മാത്രം നിശ്ചയിച്ച ജന്തർ മന്ദിറിൽ അവർ കുറെ ദിവസങ്ങളായി സമാധാനപരമായ സമരം നടത്തുകയാണ്. ആ സമരത്തിന് ആരും തന്നെ എതിരല്ല. ജനാധിപത്യ രീതിയിൽ അത്തരത്തിലുള്ള സമരങ്ങൾ നടത്താം. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ഇങ്ങോട്ട് ആ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ട് അത് ഈ രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുന്ന അക്രമാസക്തമായ സമരമായി അത് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. അതിന് വളരെ വ്യക്തമായി ഇന്റലിജൻസ് വിഭാഗത്തിനും പോലീസിനും കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായി അറിയാം. ഇത് ഈ സമരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമല്ല, മറിച്ച്
ഇത് രാജ്യത്തെ അസ്ഥിരതപ്പെടുത്തുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തെ അസ്ഥിരതപ്പെടുത്തുന്നതിന് വേണ്ടി, അതിലൂടെ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കുറെ ദിവസങ്ങളായി ഒരു സമരാഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തിരിക്കുന്ന ബ്യൂറോക്രാസികൾക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. ആ തെറ്റുകൾക്കെതിരെ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും രാജ്യത്ത് ഉടനീളം നടക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരം അതൊരു തെറ്റുതിരുത്താനുള്ള ഒരു സമരമായിരുന്നില്ല. മറിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി ഗവൺമെന്റിനെ താഴെയിറക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്ന സമരമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നീറ്റ് പരീക്ഷ ചോർന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മെയ് 3-ാം തീയതിയാണ് നീറ്റ് പരീക്ഷ നമ്മുടെ രാജ്യത്ത് നടന്നത്. ആ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒന്നും അല്ല, മറിച്ച് NDA തന്നെയാണ് നീറ്റ് പരീക്ഷ ചോർന്നു എന്ന് കണ്ടുപിടിക്കുകയും ഉടൻ തന്നെ ആ പരീക്ഷ റദ്ദാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. സ്വാഭാവികമായും ലക്ഷക്കണക്കിന് വരുന്ന ഏകദേശം 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ മാസങ്ങളോളം കണ്ണിൽ എണ്ണയൊഴിച്ച് എഴുതിയ ഒരു പരീക്ഷയാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് തന്നെ അവരുടെ ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തന്നെ എത്രയും പെട്ടെന്ന് പുനഃപരീക്ഷ നടത്താൻ ഗവൺമെന്റ് തയ്യാറായി. മാത്രമല്ല 2 മണിക്കൂർ കൊണ്ട് തന്നെ CBI അന്വേഷണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിട്ടു. ഇതിന് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഇന്ന് ജയിലറകളിലാണ്. ഏകദേശം 23ഓളം ഉദ്യോഗാർത്ഥികൾ ഇന്ന് ജയിലറകളിലാണ്. മാത്രമല്ല NPAയുടെ ചെയർമാൻ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. ഒരു ഗവൺമെന്റ് ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. ഇതിന് ഉത്തരവാദികളെല്ലാം തന്നെ അറസ്റ്റ് വരിക്കപ്പെട്ടു, ജയിലടക്കപ്പെട്ടു. മാത്രമല്ല ഇത് അന്വേഷണത്തിന് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതി തീരുമാനമുണ്ടാക്കി. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ഈ രാജ്യത്ത് ഈ ഗവൺമെന്റിനെ സ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ ആസൂത്രിതമായ സമരങ്ങളാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിരിക്കുന്നത്. പുനഃപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവർ പൂർവാധികം ശക്തിയോടുകൂടി ഉത്സാഹത്തോടുകൂടി പരീക്ഷ എഴുതി. പല ആളുകളും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. അവരുടെ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിദേശത്തു നിന്നും സോഷ്യൽ മീഡിയ വഴി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നീറ്റ് പരീക്ഷ ചോർന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ ആവശ്യമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഡൽഹിയിൽ തലസ്ഥാനമായ ഡൽഹിയിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താൻ വേണ്ടി മാത്രം നിശ്ചയിച്ച ജന്തർ മന്ദിറിൽ അവർ കുറെ ദിവസങ്ങളായി സമാധാനപരമായ സമരം നടത്തുകയാണ്. ആ സമരത്തിന് ആരും തന്നെ എതിരല്ല. ജനാധിപത്യ രീതിയിൽ അത്തരത്തിലുള്ള സമരങ്ങൾ നടത്താം. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ഇങ്ങോട്ട് ആ സമരത്തിന്റെ രൂപവും മാറ്റിക്കൊണ്ട്, ആ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ട് അത് ഈ രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുന്ന അക്രമാസക്തമായ സമരമായി അത് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. അതിന് വളരെ വ്യക്തമായി ഇന്റലിജൻസ് വിഭാഗത്തിനും പോലീസിനും കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായി അറിയാം. ഇത് ഈ സമരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമല്ല, മറിച്ച് ഇത് രാജ്യത്തെ അസ്ഥിരതപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നു, ഞാൻ രാജിവെക്കുന്നത്
ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ വികാരം പരിഗണിച്ചുകൊണ്ടാണ്. അവരെ കൂടുതൽ കേസുകളിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ പലതരത്തിലുള്ള കള്ളക്കേസുകളിൽ പെടുത്താൻ രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യുവത്വത്തിന് വേണ്ടിയാണ് ഞാൻ രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് കുറച്ചു ദിവസമായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഡൽഹിയിൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട സമരമാണ് എന്നാണ് പുറത്ത് പറയുന്നത്. പക്ഷെ ഡൽഹിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളല്ല. ഉമർ ഖാൻ ഇതിനെ സ്വതന്ത്രനാക്കണമെന്നുള്ള മുദ്രാവാക്യം എങ്ങനെയാണ് ഈ നീറ്റ് പരീക്ഷയുടെ സമരവേദിയിൽ നിന്ന് ഉയരുന്നത്? ആർട്ടിക്കിൾ 370 അത് പുനഃസ്ഥാപിക്കണമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരവേദിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്? കാശ്മീർ മാംഗേ ആസാദി, ഇന്ത്യ മാംഗേ ആസാദി, ഈ ആസാദി മുദ്രാവാക്യങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ സമരപ്പന്തലുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്? ഈ രാജ്യത്തെ വിഘടനവാദികൾ, വിധ്വംസക ശക്തികൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയാണ്. ഇവിടുത്തെ ജൻസി ചെറുപ്പക്കാരെ, ഈ നാടിന്റെ യുവത്വത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ തക്കം പാർത്ത് കിടക്കുന്ന വിധ്വംസക ശക്തികൾ, ആ ശക്തികൾ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും സേനാ വിഭാഗങ്ങളുടെയും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയാണ്. വലിയ വലുപ്പമൊന്നുമില്ലല്ലോ ഈ ഡൽഹിക്ക്. അവിടെയാണ് ഇത്തരത്തിലുള്ള അരാജകത്വത്തിലുള്ള ശ്രമം നടക്കുന്നത്. അതേപോലെ തന്നെ ഈ രാഷ്ട്രത്തെ നയിക്കുന്ന നരേന്ദ്രമോദിജിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു ഐക്യദാർഢ്യ റാലി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് നീറ്റ് പരീക്ഷ നടന്നു. അതിൽ ചോർച്ചയുണ്ടായി. ആ ചോർച്ചയുണ്ടായപ്പോൾ തന്നെ അത് കണ്ടെത്താൻ വേണ്ടി ഭാരതത്തിന്റെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് അത് കണ്ടെത്താൻ സാധിച്ചു. ഉടനെ തന്നെ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. മാത്രവുമല്ല, അന്വേഷണ വിധേയമായിട്ടുള്ള ആൾക്കാരെ തുറങ്കിലടക്കാൻ വേണ്ടി തയ്യാറായി. അടുത്ത ദിവസം തന്നെ ആ പരീക്ഷ റദ്ദാക്കുകയും പുനഃപരീക്ഷ നടത്തുകയും റിസൾട്ട് പ്രഖ്യാപിക്കുകയും അതിനർഹരായ വിദ്യാർത്ഥികൾ ഇന്ന് അതിന്റെ ഭാഗമായിട്ട് വിവിധ തലങ്ങളിലേക്ക് ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നടക്കുകയാണ്. ഈ അവസരത്തിലാണ് രാജ്യവിരുദ്ധ സമരം ഡൽഹി